Derealization Studio. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ വെറുതെ ചുറ്റുമൊന്ന് നോക്കുകയാണ്. പെട്ടെന്നൊരു തോന്നൽ, ഈ കാണുന്നതൊന്നും യഥാർത്ഥമല്ലെന്ന്. എല്ലാം സാധാരണ പോലെ തന്നെയുണ്ട്. പക്ഷെ എന്തോ ഒന്ന് ശരിയല്ല. ശരിക്കും ഒരു സിനിമ കാണുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു സ്ക്രീനിലൂടെ ജീവിതം കാണുന്നത് പോലെ ഭയങ്കര പേടി തോന്നുന്നൊരവസ്ഥയാണിത്, അല്ലേ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ തലച്ചോറ് നമ്മളോടിങ്ങനൊരു കളി കളിക്കുന്നത്? ഇങ്ങനൊരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് അനുഭവിച്ചവർക്ക് പോലും അത് വാക്കുകളിൽ വിശദീകരിക്കാൻ കഴിഞ്ഞെന്നു വരില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ളതൊക്കെ അവിടെ തന്നെയുണ്ട്. ആളുകൾ, സ്ഥലങ്ങൾ എല്ലാം പഴയതുപോലെ. പക്ഷെ നിങ്ങൾ മാത്രം അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നതുപോലെ, നിങ്ങൾ ആ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമല്ലാത്തതുപോലെ ഒരു ഫീൽ. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് സൈക്കോളജിയിലൊരു പേരുണ്ട്, ഡീറിയലൈസേഷൻ. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുമെങ്കിലും സിമ്പിളായി പറഞ്ഞാൽ ഇത് യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കുന്നില്ല. പകരം യാഥാർത്ഥ്യവുമായി നമുക്കുള്ള ഒരു കണക്ഷൻ, ആ കണക്ഷനെയാണ് ഇത് ബാധിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇതൊരു ഭ്രാന്തോ ഒന്നുമല്ല. നമ്മുടെ തലച്ചോറ് തന്നെ സ്വയം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ്. ശരി, അപ്പൊ നമുക്ക് ഈ അനുഭവത്തിലേക്ക് കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ഡീറിയലൈസേഷൻ വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ആദ്യം തന്നെ നമ്മുടെ കാഴ്ചയാണ് ഇത് ബാധിക്കുക. ലോകത്തിന് അതിന്റെ ആഴം നഷ്ടപ്പെട്ടതുപോലെ. എല്ലാം ഒരു 2D ചിത്രം പോലെ പരന്നതായിട്ട് തോന്നും. നിറങ്ങൾക്കൊക്കെ ഒരു മങ്ങല്, ജീവനില്ലാത്തതുപോലെ. പിന്നെ ശബ്ദങ്ങൾ. ചുറ്റുമുള്ള ശബ്ദങ്ങളൊന്നും അത്ര ക്ലിയർ ആയിരിക്കില്ല. അല്ലെങ്കിൽ ഒരു തുരങ്കത്തിന്റെ അറ്റത്തുനിന്ന് കേൾക്കുന്നത് പോലെ വളരെ ദൂരെയാണെന്ന് തോന്നും. ആളുകൾ സംസാരിക്കുന്നതൊക്കെ കേൾക്കാം, പക്ഷേ അത് നിങ്ങളോടാണ് പറയുന്നതെന്നൊരു ഫീൽ കിട്ടില്ല. ഇനി സമയത്തിന്റെ കാര്യം. അത് വളരെ വിചിത്രമായിട്ടായിരിക്കും അനുഭവപ്പെടുക. ചിലപ്പോൾ സമയം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നതായി തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ പറന്നുപോകുന്നതായും. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഇപ്പം നടന്നതുപോലെയും ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ എപ്പോഴോ കഴിഞ്ഞുപോയൊരു ഓർമ്മ പോലെയും തോന്നും. ആകെ കൺഫ്യൂഷൻ. അപ്പോ എന്തിനാണ് നമ്മുടെ തലച്ചോറ് നമ്മളെ ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു അനുഭവം തരുന്നത്? ഇതിനൊരു കാരണമുണ്ട്. ഇതിന് നമുക്ക് തലച്ചോറിന്റെ ഒരു എമർജൻസി ബ്രേക്ക് ആയിട്ട് കാണാം, ഒരു തരം ഡിഫൻസ് മെക്കാനിസം. നോക്കൂ, നമ്മുടെ തലച്ചോറിന് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം സ്ട്രെസ് വരുമ്പോൾ അതൊരു ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യും. സാധാരണ അപകടം വരുമ്പോൾ ഓടുകയോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുകയാണല്ലോ നമ്മൾ ചെയ്യുക. പക്ഷെ ഇവിടെ തലച്ചോറ് ചെയ്യുന്നത് അതല്ല, അത് സ്വയം ഡിസ്കണക്ട് ചെയ്യാണ്. എന്തിനാണെന്നോ, യാഥാർത്ഥ്യം ഒരു സിനിമ പോലെ അയഥാർത്ഥമായി തോന്നുമ്പോൾ അതിനോടൊപ്പം വരുന്ന പേടിയും അത്ര വലുതായി തോന്നില്ല. ഇതൊരു തരം ഇമോഷണൽ ഡിസ്റ്റൻസിംഗ് ആണ്. ഇതിലെ ഏറ്റവും വിചിത്രമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിന് ഭയങ്കര വലിയൊരു കാരണം വേണമെന്നില്ല. ചിലപ്പോൾ കടുത്ത ടെൻഷൻ, അല്ലെങ്കിൽ നല്ല ക്ഷീണം, അതും അല്ലെങ്കിൽ ഒരു പാനിക് അറ്റാക്ക്, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇത് വരാം. അതായത് ഒരു നിമിഷം മുൻപ് വരെ നിങ്ങൾ ഓക്കെ ആയിരിക്കും, അടുത്ത നിമിഷം ലോകം മുഴുവനൊരു സെറ്റിട്ടതുപോലെ ഫേക്കായിട്ട് തോന്നും. ഇനിയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ഈ വിചിത്രമായ ഫീലിംഗിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്നതിലാണ് പ്രശ്നം. നമ്മുടെ പ്രതികരണം തന്നെ ഈ അവസ്ഥയെ കൂടുതൽ മോശമാക്കും. ഇതിനെ നമുക്ക് ഒരു പാനിക് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് വിളിക്കാം. അതായത് ലോകം അയഥാർത്ഥമാണെന്ന് തോന്നിത്തുടങ്ങുന്ന ആ നിമിഷം നമ്മുടെ തലച്ചോറ് അപ്പം തന്നെ ഒരു അപായ സിഗ്നൽ തരും. ഹേയ്, എന്തോ പ്രശ്നമുണ്ട്, എന്തോ കാര്യമായി കുഴപ്പത്തിലുണ്ടെന്ന്. സ്വാഭാവികമായും ഈ ചിന്ത നമ്മളെ കൂടുതൽ പേടിപ്പിക്കും, അല്ലേ? അപ്പോ ആ പേടിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി തലച്ചോർ എന്ത് ചെയ്യുമെന്നറിയാമോ? അത് കൂടുതൽ ഡിസ്കണക്ട് ചെയ്യാൻ ശ്രമിക്കും, കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ അതിന്റെ ഫലമെന്താ? യാഥാർത്ഥ്യം വീണ്ടും കൂടുതൽ ഫേക്കായിട്ട് തോന്നും. ഇതങ്ങനെ തുടർന്നു പോകും, ഒരിക്കലും തീരാത്ത ഒരു വട്ടും കറങ്ങുന്നത് പോലെ. അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക്, അതായത് കാഴ്ചയ്ക്കും കേൾവിക്കുമൊക്കെ ഈ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് എല്ലാം മങ്ങിയതുപോലെ തോന്നുന്നത്? സത്യത്തിൽ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. അവ പരാജയപ്പെടുകയല്ല. പകരം തലച്ചോർ അവയൊന്ന് ഫിൽട്ടർ ചെയ്യുകയാണ്. ഇതിനെ സെൻസറി ഡാംപനിങ് എന്നു പറയും. തലച്ചോറിലേക്ക് വരുന്ന ഇമോഷണൽ ഇൻപുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. ഇത് തലച്ചോറിന്റെ ഒരു തകരാറല്ല, മറിച്ച് അതൊരു കൺട്രോൾ മെക്കാനിസമാണ്, അത്രമാത്രം. ഓക്കെ, ഇത് കേട്ടിട്ട് പേടിയാവുന്നുണ്ടാകും. പക്ഷേ ഇതിൽ നിന്ന് പുറത്തുവരാൻ വഴികളുണ്ട്. ഏറ്റവും പ്രധാനം ഇതിനെ മനസ്സിലാക്കുക എന്നതാണ്. നമുക്ക് നോക്കാം ഇതിൽ നിന്ന് എങ്ങനെ തിരികെ വരാമെന്ന്. എപ്പോഴും ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഈ ഡീറിയലൈസേഷൻ എത്ര ഭയാനകമായി തോന്നിയാലും അതൊരു താൽക്കാലിക അവസ്ഥ മാത്രമാണ്. തലച്ചോറ് എന്നേക്കുമായി ഡിസ്കണക്റ്റ് ആയി പോകില്ല.
എപ്പോഴാണോ അതിന് ഞാൻ സേഫാണ് എന്ന് തോന്നുന്നത്, അപ്പോൾ ഈ ഡിഫൻസ് സിസ്റ്റം താനെ ഓഫാകും. യാഥാർത്ഥ്യം പതിയെ പതിയെ തിരികെ വരും, ഉറപ്പാണ്. രസകരമായൊരു കാര്യം എന്താണെന്നാൽ, ഒരുപാട് ചിന്തിക്കുന്ന, കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന, കൂടുതൽ അവബോധമുള്ള ആളുകളിലാണ് ഇത് സാധാരണയായി കാണാറ്. കാരണം അവരുടെ തലച്ചോർ എപ്പോഴും ആക്റ്റീവാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ ഓവർലോഡാകാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഡിസ്കണക്ഷൻ ഒരു എമർജൻസി ബ്രേക്ക് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, ഡീറിയലൈസേഷൻ ഒരു അപകടമല്ല, അതൊരു അകലം മാത്രമാണ്. ലോകം എങ്ങോട്ടും പോയിട്ടില്ല. നിങ്ങളുടെ മനസ്സ് താങ്ങാനാവാത്തൊരു ഭാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു നിമിഷത്തേക്ക് ഒന്ന് പിന്നോട്ട് മാറി നിന്നതാണ്, അത്രമാത്രം. അപ്പോ നമുക്ക് സ്വയം ചോദിക്കാനൊരു ചോദ്യമുണ്ട്. ഈ ഡിസ്കണക്ഷൻ, തലച്ചോറിന്റെ ഈ വിചിത്രമായ കളി, അതൊരു കുറവാണോ? അതോ പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സ് കാലങ്ങളായി ഉപയോഗിക്കുന്ന ഏറ്റവും പഴയതും ശക്തവുമായ ഒരു കഴിവാണോ? ഒന്നാലോചിച്ചു നോക്കൂ.